നമസ്തേ. പരാജയങ്ങൾ ജീവിതത്തിലെ ശരിക്കും പരാജയങ്ങളാണോ? നാം അനുവദിക്കാതെ ഒരു പരാജയങ്ങൾക്കും നമ്മെ പരാജയപ്പെടുത്താനാകില്ല. ചിലപ്പോൾ പരീക്ഷകൾ തോറ്റ ഏക വ്യക്തി നമ്മളായിരിക്കും. ഹാർഡ് വർക്ക് ചെയ്തതാണ്, രാത്രികളിൽ ഉറക്കമിളച്ച് പഠിച്ചതാണ്, പറ്റുന്നതെല്ലാം ചെയ്തു. എക്സാമിന്റെ തലേ ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ പഠിച്ചു. ഉറക്കം വന്നപ്പോൾ കാൽ വെള്ളത്തിലിറക്കി വെച്ച് പഠിച്ചു. കണ്ണുപോടകൾ തൂങ്ങി അടഞ്ഞു തുടങ്ങിയപ്പോൾ ശരിക്കും അത് അടയാതിരിക്കാൻ ഈർക്കിൽ കഷ്ണം കിട്ടിയെങ്കിൽ എന്നവരെ ആലോചിച്ചു പോയി. എന്തിനേറെ സ്റ്റഡി ലീവിൽ മറ്റു കുട്ടികളെ പഠിപ്പിച്ചതുപോലും നമ്മളായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ എല്ലാ ചോദ്യവും ഓർമ്മയുണ്ട്. ആ ഭാഗം പുസ്തകത്തിലെ ഏത് പേജിൽ ഏത് വരിയിൽ എന്നവരെ കൃത്യമായി ഓർമ്മയുണ്ട്. പക്ഷെ ഉത്തരം മാത്രം ഓർമ്മയില്ല. അല്ലെങ്കിൽ എല്ലാം ഒരു പുക പോലെ. എന്തിനേറെ പറയുന്നു, റിസൾട്ട് വന്നപ്പോൾ നമ്മൾ മാത്രം തോറ്റു. കോളേജിന്റെ പാസ് സ്കോർ 100% നിന്ന് 98 ആകാൻ കാരണം നാം ഒറ്റ വ്യക്തിയായിരിക്കും. ദുഃഖവും അതിലേറെ അപമാനവും കാരണം തല താണുപോയ നിമിഷം. ലോൺ എടുത്ത് പഠിപ്പിച്ച പിതാവിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? രാത്രി മുഴുവൻ കട്ടൻ കാപ്പിയിട്ട് കൂടെയിരുന്ന അമ്മയോട് ഞാൻ എന്തു പറയും? പക്ഷേ ഇതൊരു പരാജയമാണോ? ഒരിക്കലുമില്ല. അതിനപ്പുറം വിജയത്തിന്റെ പാത നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപമാന ഭാരത്തോടെ കുനിഞ്ഞു നടന്ന് സപ്ലി എഴുതി പാസ്സായി നല്ല ജോലിയിൽ ഇരിക്കുമ്പോൾ ഉന്നത വിജയം നേടിയ പലരും നാം എത്തിയ അത്രയും ഔന്നത്യത്തിന്റെ കൊടുമുടിയിൽ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. പരാജയം അടുത്തവനായിരിക്കുന്ന വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. അപ്രകാരം ജീവിതത്തിൽ അനേകം പരാജയങ്ങൾ ഏറ്റുവാങ്ങി ഒന്നിനും തന്നെ തോൽപ്പിക്കാൻ വിട്ടുകൊടുക്കാതെ അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായ എബ്രഹാം ലിങ്കന്റെ കഥ നമുക്കൊരു പ്രചോദനമാണ്. 1809 കെൻഡക്കിയിലെ ഒരു ദരിദ്ര കുടുംബത്തിലെ 2ാമത്തെ മകനായിട്ടാണ് എബ്രഹാം ലിങ്കൺ ജനിച്ചത്. ലിങ്കന് 10 വയസ്സുള്ളപ്പോൾ മാതാവ് മരണപ്പെട്ടു. പിതാവ് മറ്റൊരു വിവാഹം കഴിച്ചെങ്കിലും രണ്ടാനമ്മയുമായി ലിങ്കന് നല്ല ബന്ധമുണ്ടായിരുന്നു. ഒരു കൃഷി ഫാമിൽ ജോലി ചെയ്തുകൊണ്ട് രാത്രിയിലെ ഇരുണ്ട വെളിച്ചത്തിൽ തനിയെയാണ് ലിങ്കൻ പഠിച്ചത്. ഒരു പുസ്തകം വാങ്ങാൻ അനേക ദൂരം എബ്രഹാം ലിങ്കൻ നടന്നു പോകാറുണ്ടായിരുന്നു. തന്റെ കൂട്ടുകാരിൽ നിന്നൊക്കെ ബോറോ ചെയ്യാനായിട്ട് അനേകം മൈലുകൾ നടന്ന് പുസ്തകങ്ങൾ വാങ്ങിയിരുന്നു. ഗ്രാമർ ബുക്കുകളും ആത്മകഥകളും നിയമപുസ്തകങ്ങളും ഒക്കെ വാങ്ങി പഠിക്കുക ചെയ്തു. 1 വർഷം മാത്രമാണ് നോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എബ്രഹാം ലിങ്കന് കിട്ടിയത്. US പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടു. US സെനറ്റിലേക്ക് അദ്ദേഹം 3 പ്രാവശ്യം മത്സരിച്ചു. 3ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം വിജയം നേടിയത്. ആകെ അദ്ദേഹം 6ഓ 7ഓ പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 4 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 3 കുട്ടികളും ബാല്യപ്രായത്തിൽ തന്നെ മരിച്ചുപോയി. ഒരു മകൻ ചെറുതായിരുന്നപ്പോൾ മരിച്ചു. മറ്റൊരു മകൻ താൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മരിച്ചു. പിന്നെ ഒരു മകൻ ലിങ്കൺ മരിച്ച് ചില വർഷങ്ങൾക്ക് ശേഷം മരിച്ചുപോയി. പക്വതയിലെത്തിയ ഒരേ ഒരു മകൻ മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ. കുടുംബത്തിൽ അനുഭവിച്ച ദുഃഖങ്ങൾ അദ്ദേഹത്തെ സഹാനുഭൂതിയുള്ള വ്യക്തിയാക്കി മാറ്റി. അടിക്കടി ഉണ്ടായ പരാജയങ്ങൾ കാരണം ഡിപ്രഷനും എബ്രഹാം ലിങ്കൻ ഉണ്ടായിരുന്നു. അത് തന്റെ കൂട്ടുകാരനും സന്തത സഹചാരിയുമായിരുന്നു. എന്നാലും പിന്മാറുവാൻ താൻ സമ്മതിച്ചില്ല. ഒരു ധീര പോരാളിയെ പോലെ മുന്നേറി. പ്രസിഡന്റ് ആയ ശേഷം ആഭ്യന്തര യുദ്ധകാലത്ത് രാജ്യത്തെ വിജയകരമായി നടത്തി അടിമത്തം നിർത്തലാക്കി. 1865 തന്റെ 56ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായി. തന്റെ മരണത്തിന് മുമ്പ് 2 പ്രാവശ്യം തലനാരിഴയ്ക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എബ്രഹാം ലിങ്കന്റെ ജീവിതം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? തോറ്റു കൊടുക്കരുത്. തോൽവിയെ തോൽവിയായി അംഗീകരിക്കരുത്. മറ്റുള്ളവരുടെ മുൻപിൽ പരാജയമായാലും നമ്മുടെ മുൻപിൽ അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ആത്മവിശ്വാസം കൈവിടരുത്, പിന്മാറരുത്. തോൽവിയിൽ നിന്ന് പുതിയൊരു പാഠം പഠിച്ച് മുന്നേറുക. സ്ഥിരത, പരിശ്രമം, പരാജയങ്ങളിൽ നിന്ന് പഠിക്കൽ, ഇവയിലൂടെ മഹത്തായ വിജയം നേടാം. ജീവിതത്തിലെ ഏതു സാഹചര്യങ്ങളിലും, ബിസിനസ്സിലാകട്ടെ വിദ്യാഭ്യാസത്തിലാകട്ടെ, എവിടെയും ഇത് ആപ്ലിക്കബിൾ ആണ്. സ്ഥിരത കൈവിടാതെ മുന്നേറുക. വിജയം സുനിശ്ചിതമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ.